പാദവാർഷിക പരീക്ഷ 8ാം ക്ലാസ് ഫിഖ്ഹ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളുടെ മോഡലും വിവരിക്കുന്ന വളരെ യൂസ്ഫുള്ളായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ എല്ലാവരും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നഷ്ടപ്പെടുത്തി കളയരുത്. നല്ല മാർക്ക് ഇതുവഴി നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തത് സിൽ ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. താഴെ നിങ്ങൾക്ക് 7 ചോദ്യങ്ങൾ കാണാം. അതിൻ്റെ ഒക്കെ ഉത്തരങ്ങൾ ഇപ്പുറത്ത് ഡിസോർഡറായി കൊടുത്തിട്ടുണ്ട്. അത് ശരിയായത് നമ്മൾ അതിൻ്റെ നേരെ എഴുതി കൊടുക്കാനാണ്. ഒന്നാമത്തതിലേക്ക് വരുമ്പോൾ അല്ലാഹു മഹ്ഫദ് അംവാലഹു മിനൽ ളാലിമീൻ, അക്രമികളിൽ നിന്ന് അവൻ്റെ സമ്പത്തിനെ നീ സംരക്ഷിക്കണമേ, നീ അതിന് കാവൽ നൽകണമേ എന്ന പ്രാർത്ഥന മയ്യത്ത് നമസ്കാരത്തിൽ മയ്യത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു ദുആ, മയ്യത്തിൻ്റെ പാരത്രിക ഗുണത്തിന് പ്രത്യേകമായ ഒരു ദുആ നടത്താനുണ്ട്. അവിടെയാണ് ഈ വിഷയം പറയുന്നത്. ഈ ദുആ അതിന് പറ്റില്ല. കാരണം ഇത് ദുആഉൻ ദുന്യവിയുൻ, ഇത് ദുനിയാവിൻ്റെ കാര്യമാണ്. മയ്യത്തിന് അവിടെ നമ്മൾ ദുആരക്കേണ്ടത് ആഖിറത്തിൻ്റെ വിഷയത്തിന് വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടത്. അപ്പോൾ ദുആഉൻ ദുന്യവിയും എന്നതാണ് യോജിച്ചത്. ഇനി രണ്ടാമത്തത് ഷത്റു സ്വലാത്തിൽ മയ്യത്ത്, മയ്യത്ത് നമസ്കാരത്തിൻ്റെ ഷർത്ത്, 2 ഷർത്തുകളുണ്ട്. ഒന്നാമത്തത് തഖദ്ദുമു തുഹ്രിൽ മയ്യത്തി, മയ്യത്തിൻ്റെ ശുദ്ധി മുന്തുക എന്നുള്ളതാണ്. ശുദ്ധി മുന്തുക എന്നുള്ളത്. അപ്പോൾ നമസ്കരിക്കുന്നതിന് മുമ്പ് മയ്യത്തിൻ്റെ ശുദ്ധി മുന്തണം, അഥവാ കുളിപ്പിച്ചിരിക്കണം. അതാണല്ലോ മയ്യത്തിൻ്റെ ശുദ്ധി. അതേപോലെ തന്നെ രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹാദിറായ മയ്യത്ത് നമസ്കാരത്തിൽ മയ്യത്തിനേക്കാൾ നമ്മൾ മുന്താതിരിക്കാൻ പാടില്ല. മയ്യത്ത് മുമ്പിൽ നമ്മൾ ബാക്കിലാണ് വേണ്ടത്. ഒരിക്കലും ഒരു കാരണവശാലും മയ്യത്ത് ബാക്കിലാവുന്ന അവസ്ഥ ഉണ്ടാകാൻ പറ്റരുത്. നിസ്കരിക്കുമ്പോൾ മയ്യത്ത് മുമ്പിലും നമ്മൾ ബാക്കിലും. ഇത് രണ്ടും മയ്യത്ത് നമസ്കാരത്തിൻ്റെ ഷർത്തുകളാണ്. മയ്യത്തിൻ്റെ ശുദ്ധി മുന്തുക എന്നുള്ളതും അതുപോലെ തന്നെ ഹാളിറായ മയ്യത്ത് നമസ്കാരത്തിൽ മയ്യത്തിനേക്കാൾ മുന്താതിരിക്കുക എന്നുള്ളതും, അത് രണ്ടും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ 3 ചോദ്യപേപ്പർ നോക്കിക്കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് വായിച്ച് അർത്ഥം വെച്ച് തരുന്നത്. അപ്പോൾ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് എന്ന് നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം എടുത്തു പറയുന്നത്. ഇനി റുക്കുനു സ്വലാത്തിൽ മയ്യത്ത്, മയ്യത്ത് നമസ്കാരത്തിൻ്റെ ഫർള് ഏതാണ് ഇതിൽ? അന്നീയത്തു ഇന്ദ തക്ബീറത്തി തഹറുമി, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സമയത്ത് കരുതുക, നീയത്ത് ചെയ്യുക എന്നുള്ളത് മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഫർളിൽ പെട്ടതാണ്. നാലാമത്തത് അഫ്ളലു ഫിൽ കഫനി, കഫൻ പുടവയിൽ ഏറ്റവും നല്ലത് ഏതാണ്, ശ്രേഷ്ഠമായത്? അൽ കുത്തുനുൽ അബിയലു, വെളുത്ത കോട്ടൻ്റെ വസ്ത്രമാണ്. അഞ്ചാമത്തത് അക്കല്ലുൽ കഫനി, കഫൻ ചെയ്യുന്നതിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത്, ഇമ്പോർട്ടൻ്റ് ആണ്. സൗബുൻ യസ്തുറു ജമീഅൽ ബദൻ, സൗബൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രം, യസ്തുറു അത് മറക്കും, ജമീഅൽ ബദൻ എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ മറക്കുന്ന ഒരു വസ്ത്രമാണ് കഫൻ ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ വസ്ത്രം എന്നുള്ളത്. ആറാമത്തത് ഇതാ മാത്തൽ മുസ്ലിമു, മുസ്ലിമായ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എംബഴി മുബാദറത്തുൻ, നമ്മൾ കാര്യങ്ങൾ വേഗം ചെയ്യണം. ഇലാ തജ്ഹീസിഹി, മയ്യത്തിൻ്റെ അനുബന്ധ കർമ്മങ്ങൾ ചെയ്യുന്നതിലേക്ക് നമ്മൾ വേഗത്തിലാവണം. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ഉളരിപ്പിക്കണം, വേഗത്തിലാക്കണം. അപ്പോൾ ഇലാ തജ്ഹീസിഹി, മയ്യത്തിൻ്റെ പരിപാലന കർമ്മങ്ങൾ വേഗത്തിലാക്കണം. ഏഴാമത്തത് യതാക്കതു അല കുല്ലി മുക്കല്ലഫിൻ, പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിയ എല്ലാവർക്കും ശക്തിയേറിയ സുന്നത്താണ് എന്ത്? ദിക്റുൽ മൗത്തി ബി ഖൽബിഹി, ഹൃദയം കൊണ്ട് മയ്യത്തിനെ മരണത്തെ ഓർക്കുക എന്നുള്ളത്. ഹൃദയം കൊണ്ട് മരണത്തെ ഓർക്കുക എന്നുള്ളത് ശക്തിയേറിയ സുന്നത്താണ്. ചിലപ്പോൾ അതിൻ്റെ വിധി ചോദിക്കും, മരണത്തെ ഓർക്കുന്നതിൻ്റെ വിധി എന്താണ്? അപ്പോൾ ശക്തിയേറിയ സുന്നത്താണത്. അപ്പോൾ ഇതിലെ വിഷയങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. കൂടുതലും അറബി തന്നെ പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തതിലേക്ക് വരുമ്പോൾ ബയ്യിനുൽ അഹ്കാമ, ഈ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെയൊക്കെ വിധി എഴുതാനാണ്. വാജിബാണോ, കറാത്താണോ, സുന്നത്താണോ എന്നിങ്ങനെ വിധികൾ എഴുതാനാണ്. അതിലൊന്നാമത്തത് അൽ മുഗാലാത്തു ഫിൽ കഫനി, കഫൻ ചെയ്യുന്നതിൽ കഫൻ പുടവയിൽ അമിത വ്യയം, പ്രൗഢി കാണിക്കുക. പ്രൗഢി കാണിക്കാൻ വേണ്ടി കഫൻ പുടവ വലിയ പൈസ കൊടുത്തൊക്കെ വാങ്ങുന്നതിൻ്റെ വിധി എന്താണ്? കറാഹത്താണ്. രണ്ടാമത്തത് സത്തുറു റഅസിൽ മയ്യത്തിൽ മുഹ്രിമി, ഇഹ്റാം കെട്ടിയ മയ്യത്തിൻ്റെ തല മറക്കുക. കഫൻ ചെയ്യുമ്പോൾ അയാൾ ഹജ്ജിലാണ്, ഹജ്ജിൻ്റെ കർമ്മത്തിലാണ് ഉള്ളത്, മരിച്ചു അവിടെ വെച്ച്. അപ്പോൾ അയാളുടെ തല മറക്കുന്നതിൻ്റെ വിധി എന്താണ്? ഹറാമാണ്. അത് ചെയ്യാൻ പാടില്ല. കാരണം ഹജ്ജിൻ്റെ കർമ്മങ്ങളിലുള്ള ഒരാളെ തല മറക്കാൻ പാടില്ല. അതല്ല നമ്മൾ ആണുങ്ങളൊക്കെ തല മറക്കാതെ മക്കയിൽ കാണുന്നത്. മൂന്നാമത്തത് തമന്നിയിൽ മൗത്താലി ലുരി നസല ബിഹി, അവനിക്ക് എത്തി അവനിൽ ഇറങ്ങിയ പ്രയാസം കാരണം മരണത്തിനെ ആഗ്രഹിക്കുക. ഒന്ന് മരിച്ചു കിട്ടിയെന്ന് പറഞ്ഞില്ല നമ്മൾ,
അതന്നെ. അപ്പോൾ ആ ഒരു പ്രയാസത്തിന് വേണ്ടി മരണത്തിന് ആഗ്രഹിക്കുന്നതിൻ്റെ വിധി എന്താണ്? കറാഹത്താണ്. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇനി ആ സൊബറു ആറൽ അലൽ മറളി, രോഗത്തിൻ്റെ മേലിൽ ക്ഷമിക്കുക, അവനിക്കെത്തിയ രോഗത്തിൻ്റെ മേലിൽ ക്ഷമ കൈകൊള്ളുക എന്നുള്ളതിൻ്റെ വിധി എന്താണ്? സുന്നത്തുമാണ്. മൂന്നാമത്തെ ചോദ്യം വായിക്കുന്നതിന് മുമ്പ് ഇതുപോലെ മദ്രസാപരമായ മറ്റു വീഡിയോകൾക്ക് വേണ്ടി, പരീക്ഷാ വീഡിയോകൾക്ക് വേണ്ടി, സ്കോളർഷിപ്പ് പരീക്ഷയുടെ വീഡിയോകൾ, നബിദിന പരിപാടികൾ, പ്രസംഗം, പാട്ട്, അതുപോലെ തന്നെ പെൺകുട്ടികൾക്കുള്ള കിസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വേണ്ടി ഈ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. അതാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നതിന് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പ്രോത്സാഹനവും. പ്രതീക്ഷിക്കുകയാണ് 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു പരീക്ഷ കഴിയുന്നതോടുകൂടെ പൂർത്തിയാകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. നിങ്ങളൊക്കെ കൂടെ നിൽക്കും എന്നൊരു വിശ്വാസവുമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കുകയും ഉപകാരപ്പെട്ടെങ്കിൽ അവസാനം ഞങ്ങളുടെ ഈ ഒരു പ്രയാസത്തിന് നന്ദി സൂചകമായി നിങ്ങൾ നന്നായിട്ടുണ്ട് എന്നോ താങ്ക്സ് എന്നോ എന്തെങ്കിലും ഒരു കമൻറ്റ് എഴുതി അറിയിക്കുകയും ചെയ്യുക. അതൊരു സന്തോഷമാണ്. ചോദ്യത്തിലേക്ക് വരാം. ഒന്നാമത്തത് അൽ റിയാദത്തു സുന്നത്തുൽ ലിമൻ, രോഗികളെ സന്ദർശിക്കൽ സുന്നത്താണ്. ലിമൻ, ആരെ സന്ദർശിക്കലാണ് സുന്നത്ത്? മരീലിൻ മുസ്ലിമിൻ, മുസ്ലിമായ രോഗിയെ, വ ദിമ്മിയിൻ ഖരീബുൻ ഔ ജാറുൻ, ഖരീബായ ദിമ്മിയെ അഥവാ ഇസ്ലാമിക രാഷ്ട്രത്തിൽ നികുതി കൊടുത്ത് താമസിക്കുന്നവരാണ് ദിമ്മിയെ. അപ്പോൾ ദിമ്മിയായ ഖരീബുൻ അടുത്തവരും, ഔ ജാറുൻ അയൽവാസികളും, ഇവർ രോഗികളായാൽ സന്ദർശിക്കലാണ് സുന്നത്തുള്ളത്. രണ്ടാമത്തത് തുക്റഹു ഇതാലത്തുൽ മുഖൽ, രോഗസന്ദർശനത്തിന് പോയി കൂടുതൽ നേരം നിൽക്കുക എന്നുള്ളത് കറാഹത്താണ്. മത്ത, എപ്പോഴാണ് കറാഹത്താകുന്നത്? മാലം യഫ്ഹം മിൻഹു അർഅബത്ത ഫിഹ, അവൻ അവിടെ കൂടുതൽ സമയം നിൽക്കുന്നതിൽ രോഗിക്ക് ആഗ്രഹം ഇല്ല എങ്കിൽ. അപ്പോൾ അവിടെ അവൻ നിൽക്കാൻ ആഗ്രഹമുണ്ട്, പോവല്ലടാ നീ കുറച്ചു നേരം നിൽക്കുമ്പോൾ നല്ല ആശ്വാസമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ കറാഹത്തില്ല. അങ്ങനെ പറയുന്നില്ലെങ്കിൽ, ആഗ്രഹമില്ലെങ്കിൽ കറാഹത്തായി വരും. മൂന്നാമത്തത് അഷ്ഷാറു സാഖിത്തു മിനൽ മയ്യത്തി മാദാ യുഫ്അലു ബിഹി, മയ്യത്തിനെ കുളിപ്പിക്കുന്ന സമയത്ത് കൊഴിഞ്ഞുപോയ മുടികൾ, രോമങ്ങൾ എന്തു ചെയ്യണം? യുറദ്ദു ഷാറു സാഖിത്തു മിനൽ മയ്യത്തി ഇലാ കഫനിഹി ലിയുദ്ഫന മഅഹു, വീണുപോയ മുടികളെ എടുത്തു വെച്ച് കഫം പുടവയിൽ അതിനെ വെച്ച് അതോടുകൂടെ അതിനെ മറവ് ചെയ്യുകയും വേണം. കഫം പുടവയിൽ വെച്ചാൽ മതി, അത് പൊതിഞ്ഞിട്ട് മറവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാവണം. നാലാമത്തത് അക്മലുൽ കഫനിൽ റജുലി മാഹുവ, പുരുഷന് കഫം പുടവയിൽ പൂർണ്ണമായത് എത്രണ്ണം, ഏതു രൂപത്തിലാണ്? സലാസത്തു അസ്വാബിൻ, 3 വസ്ത്രമാണ് പൂർണ്ണമായത്. അതുതന്നെ മുത്തസാവിയത്തിൻ, ഏറെക്കുറെ സമമായ. യസ്തുറു കുല്ലും മിൻഹ ജമിയ ബദനിഹി, അതുതന്നെ ശരീരത്തിൻ്റെ മുഴുവനായും മറക്കുന്നത്. വയജൂസു തഹ്തഹ ഖമീസുൻ വഇമാമത്തുൻ, അതിന് താഴെ ഇവനിക്ക് നീളം കുപ്പായം, കമീസ്, വഇമാമത്തുൻ തലപ്പാവും അനുവദനീയമാണ്. അത് അതിൽപ്പെട്ടതല്ല, അവനിക്ക് അങ്ങനെ ധരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അനുവദനീയമാണ്. ഇനി അഞ്ചാമത്തത് എൽസം ഫിൽ മയ്യത്തി അർബഅത്തു അഷ്യാ, മയ്യത്തിൽ 4 കാര്യങ്ങൾ നിർബന്ധമാകും, ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? ഉക്തുബ് സലാസത്ത മിൻഹ, അതിൽ നിന്ന് 3 എഴുതാനാണ്. 4 അവിടെ കൊടുത്തിട്ടുണ്ട്. ഉസുലുഹു, ആദ്യം മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കണം, കുളിപ്പിച്ചാൽ പിന്നെ ഡ്രസ്സ് മാറ്റണം, അതിന് കഫൻ ചെയ്യുക എന്ന് പറയും. തെക്ഫീനുഹു, കഫൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വസ്സലാത്തു അലൈഹി, എന്തു ചെയ്യണം? മയ്യത്തിൻ്റെ മേലിൽ നിസ്കരിക്കണം. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നുമില്ല. വദഫനുഹു, മയ്യത്തിനെ കബറടക്കലുമാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നാലാമത്തെ നോക്കൂ. 1 ഹക്കുൽ മയ്യത്തി ഫിൽ കഫൻ ചെയ്യുമ്പോൾ മയ്യത്തിൻ്റെ അവകാശം എത്രയാണ്? ഇസ്കാത്തു സായിദി അല സാത്രിൽ ഔറത്തി, ഔറത്ത് മറക്കുന്നതിനേക്കാൾ കൂടുതലുള്ളതിനെ മയ്യത്തിന് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ മുട്ടുപൊക്കളിൻ്റെ ഇടയിൽ മറച്ചിട്ട് മാത്രം എന്നെ എന്ത് ചെയ്താൽ മതി, കബറടക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ആ വസിയത്ത് നിറവേറ്റപ്പെടും. കാരണം അവൻ്റെ അവകാശമാണ് മുട്ടുപൊക്കൾ വരെ മറച്ചാൽ മതി എന്നുള്ളത്. എന്നാൽ അതിൻ്റെ വരാൻ പറ്റുമോ? ഇല്ല, അത് അള്ളാഹ്ക്കുള്ള അവകാശമാണ് ഔറത്ത് മറക്കുക എന്നുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അവകാശമുണ്ട്, മയ്യത്തിൻ്റെ അവകാശമുണ്ട്. മയ്യത്തിൻ്റെ അവകാശം എന്താണ്? മുട്ടുപൊക്കളുടെ ഇടയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വരുന്നതിനെ ഒഴിവാക്കാം എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ അവകാശം എന്താണ്? മുട്ടുപൊക്കളുടെ ഇടയിൽ മറക്കുക, അതിന് താഴെ വരുന്നതിന് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ടാമത്തത് അക്മലുൽ കഫനിൽ ഉൻസ, പെണ്ണുങ്ങൾക്ക് പൂർണ്ണമായ കഫൻ. നേരത്തെ പുരുഷന്മാരത് പറഞ്ഞു,
ഇനി പെണ്ണുങ്ങൾക്കുള്ളത് ഇസാറുൻ, ആദ്യം ഒരു അരയുടുപ്പ്, ഒരു ചെറിയൊരു തുണി അരയിൽ ഉടുക്കും. പിന്നെ കമീസുൻ, ഒരു നിസ്കാര കുപ്പായം. പിന്നെ ഹിമാറുൻ, മുഖമൊക്കന, ലിഫാഫത്താനി, പിന്നെ 2 ലഫാഫും അഥവാ ഒരുപോലെയുള്ള 2 തുണികളും. അപ്പോൾ ടോട്ടൽ 5 ഉണ്ടാവും. അരയുടുപ്പ്, നിസ്കാര കുപ്പായം, മുഖമൊക്കന, പിന്നെ 2 ലഫാഫും, അങ്ങനെ 5. മൂന്നാമത്തത് കൈഫിയത്തു ഇൽജായിൽ മുഹ്തദരി, മരണം ആസന്നമായവരെ കെടുത്തുന്നതിൻ്റെ രൂപം എങ്ങനെയാണ്? ലി ജംബിഹിൽ ഐമൻ ഇലൽ കിബിലത്തി, കിബിലയിലേക്ക് വലത്തെ ഭാഗത്തിൻ്റെ മേലിലാണ് മരണം ഹാജറായവരെ കെടുത്തേണ്ടത്. ഇനി 5-മത്തത് തെർത്തീബാക്കാനാണ്. ഇൽബസു മിൻ സിയാബിക്കും അൽ ബയാല, നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ വെള്ള ധരിക്കുക. ഫൈനഹ ഖൈറു സിയാബിക്കും, അതാണ് വസ്ത്രങ്ങളിൽ ഉത്തമമായത്. കഫിനു ഫിഹ മൗത്താക്കും, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യുക. ഇനി കമ്മിൽ പൂർത്തിയാക്കാനാണ്. അല്ലാഹുമ്മ ജഅൽനി മിന തൗവാബീന വജഅൽനി മിനൽ മുത്തത്വഹിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇത് വുളൂവിന് ശേഷമുള്ള പ്രാർത്ഥനയാണ്. ഇത് നിങ്ങളെ മുൻ അറിവിൽ നിന്നുള്ള ചോദ്യമാണ്. ഇനി ലാസ്റ്റ് 7-മത്തത് ഉക്തുബുൽ മാന, അർത്ഥം എഴുതാനാണ്. അതിലൊന്ന് റമദ് എന്ന് പറഞ്ഞാൽ ചെങ്കണ്ണ്. ഇബ് എന്ന് പറഞ്ഞാൽ ഇടവിട്ട് വരിക എന്ന് പറഞ്ഞില്ലേ, ഇബ് ഇടവിട്ട്. പിന്നെ മിഷ്ത് എന്ന് പറഞ്ഞാൽ ചീർപ്പ്. പിന്നെ തെൻഷീഫ് എന്ന് പറഞ്ഞാൽ തോർത്തൽ. തെൻഷീഫ് എന്ന് പറഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞാൽ തോർത്തൂലേ. പിന്നെ മയ്യത്തിൻ്റെ മുടി ചെയ്യുന്നതിനാണ് മിഷ്ത് എന്ന് പറഞ്ഞാൽ. രോഗിയെ സന്ദർശിക്കുക, ഇബ് ഇടവിട്ട്. അപ്പോൾ ഇതോടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൽ കൊടുക്കുന്നുണ്ട്, വായിക്കുന്നില്ല. വായിച്ചാൽ വീഡിയോ ഒരുപാട് ദീർഘിച്ചു പോകും. നിങ്ങൾ തന്നെ നോക്കി മനസ്സിലാക്കുക. ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. 5 പാഠങ്ങളാണ് ഫിഖിഹിൽ നിന്ന് നമുക്ക് ഈ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. നന്നായി പഠിക്കുക. ചോദ്യോത്തരങ്ങളും അതുപോലെ തന്നെ ഹദീസുകളും വാക്കർത്ഥങ്ങളൊക്കെ നല്ല രൂപത്തിൽ പഠിക്കുക. നല്ല മാർക്കോടുകൂടെ നമുക്ക് വിജയിക്കാൻ കഴിയട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. സബ്സ്ക്രൈബിൻ്റെ കാര്യം ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമ്മുടെ അവസാനത്തെ പരീക്ഷയാണ്. ഇനിയും മറ്റു വരുന്ന പരീക്ഷകളിലൊക്കെ നമുക്ക് സംവദിക്കാം. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, ഒരു ലൈക്ക് കൊടുക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുവരെയുള്ള പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അതും കൂടെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് പരീക്ഷ കഴിഞ്ഞ ഉടനെ ഞാനിതൊക്കെ വായിച്ചു നോക്കും. സന്തോഷമാണ്. നമുക്ക് കാണാം.